അമ്മ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അമ്മയുടെ വേദന അറിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ ആ വേദന നമ്മളെല്ലാവരും അറിയും. മോനെ മോളെ എന്നുള്ള വിളി ഏതെല്ലാം ശബ്ദത്തിൽ വിളിച്ചാലും അമ്മ വിളിക്കുന്നത് പോലെ ആകില്ല. അതിന് ആവർത്തനങ്ങളില്ല. അതുകൊണ്ട് അമ്മയുടെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന അഭിമന്യ പോൾ പിതാവും സ്റ്റാൻലി റോമൻ പിതാവും മുൻസിഞ്ഞോർമാരും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളും സന്യസ്തരും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ ശുശ്രൂഷ ചെയ്ത വിവിധ മേഖലകൾ, KCYM, KRLCC ഇടവകൾ തുടങ്ങിയ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മറിയമ്മാങ്കൽപ്പെട്ട അമ്മയുടെ ഈ വിയോഗത്തിൽ സ്റ്റീഫൻ അച്ഛനും സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആ വലിയ വേദന നിങ്ങളോടൊപ്പം ഞങ്ങളും അനുഭവിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സഹോദരൻ മരിച്ചു പോയപ്പോൾ അങ്ങിവിടെ ഇല്ലായിരുന്നല്ലോ, വേറെ പിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശുവും ദുഃഖിതനായല്ലോ. യേശുവിനറിയാം യേശു ലാസറെ പുറത്തു വരൂ എന്ന് പറയുമ്പോൾ വരുമെന്ന്. പക്ഷെ യേശു ദുഃഖിതനായി. കാരണം വേർപാട് അത്രമാത്രം ദുഃഖമാണ്, അത്രമാത്രം വേദനയാണ്. ഇന്ന് മറിയമ്മാങ്കൽപ്പെട്ടമ്മ ഇനി തിരിച്ച് ഈ മക്കളെല്ലാവരും ചെല്ലുമ്പോൾ അമ്മയെ കാണുന്നില്ല, അമ്മയില്ല. ആ അമ്മയുടെ അടുത്ത് ഓടിച്ചെല്ലുമ്പോൾ ഏതെല്ലാം രീതിയിലായാലും അമ്മയില്ലെന്ന് പറയുന്നത് വലിയൊരു അലറുന്ന ദുഃഖമാണ്. കാരണം ഒത്തിരി വെയിലും ഒത്തിരി മഴയും കാറ്റും കൊണ്ടാണ് മക്കളെ വളർത്തിയത്. 2024 ഒരു കുടുംബം വളർത്തുന്നത് പോലല്ല പണ്ട് മക്കളെ എല്ലാവരെയും വളർത്തുന്നത്. അന്ന് 6 മക്കളുമായി ജീവിതം ആരംഭിച്ച മറിയാമ്മ തൻ്റെ കുടുംബജീവിതത്തിൽ ഒത്തിരി ത്യാഗം ചെയ്ത് മാത്രമാണ് വളർത്തിയത്. അതുകൊണ്ട് വർഷങ്ങളെ പിന്നോട്ടെടുക്കണം. ഒരമ്മയുടെ ഏറ്റവും വലിയ വില അതാണ്. കാറ്റും ഇടിയും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ഇന്ന് കണ്ട കാറ്റും മഴയും ഒന്നും അമ്മമാർക്ക് മക്കളെ വളർത്താൻ തടസ്സങ്ങളെ അല്ലായിരുന്നു. അവർ മക്കളെ വളർത്തി കഷ്ടപ്പെട്ട് ആഹാരം കൊടുത്ത് കല്ലത്തിലൊന്നുമില്ലെങ്കിലും എൻ്റെ വയറ് നിറഞ്ഞു എന്ന് കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞാണ് മക്കളെ എല്ലാവരെയും വളർത്തിയത്. അതിൻ്റെ വലിയൊരു ഭാഗ്യം അമ്മയ്ക്കുണ്ടായി. അമ്മയുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ ജപമാല മുറുകെ പിടിച്ചുകൊണ്ടാണ് അമ്മ ഈ ലോകത്തിൽ നിന്നും പോയത്. 6 മക്കളും 11 ചെറുമക്കളെയും ദൈവം കൊടുത്തു. അപ്പോൾ ജീവിതത്തിൽ ഒരമ്മയുടെ ശക്തമായ പ്രാർത്ഥന, അന്നത്തെ ഭക്ഷണവും അന്നത്തെ സമ്പത്തും അന്നത്തെ വീടും കൊണ്ടല്ല വളർത്തിയത്. ദൈവത്തിൽ പരിപൂർണമായി അമ്മ ആശ്രയിച്ചു, ജപമാല പ്രാർത്ഥിച്ചു. അഭിമന്യ പോൾ പിതാവാണ് രോഗലേപനം ശുശ്രൂഷ കൊടുത്തത്. അപ്പോൾ അമ്മ എപ്പോഴും ശ്രദ്ധിക്കുന്നതും ആശുപത്രിയിൽ കിടന്നപ്പോഴും അവരിനു വേണ്ടി നോക്കാറുണ്ടമ്മ. മറ്റുള്ളവർക്ക് എന്ത് പറ്റി എന്നും വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു അമ്മ. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, അമ്മ മക്കളെ വളർത്തിയത് ദൈവശക്തിയിൽ ആശ്രയിച്ചായിരുന്നു, ക്രിസ്തുവിൽ ആശ്രയിച്ചായിരുന്നു. അങ്ങനെയെന്ന് കരുതുന്ന അമ്മയായി ആമുഖത്തിൽ കേട്ടതുപോലെ തൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി കൊടുത്തു. സ്റ്റീഫനച്ചൻ്റെ ശുശ്രൂഷകൾ നമുക്കറിയാമല്ലോ. വിവിധ മേഖലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശുശ്രൂഷകൾ, ഇതെല്ലാം ത്യാഗത്തോടുകൂടി. അങ്ങനെ മോനെ മോളെ എന്നൊരു വിളി ഏത് വിദൂര സ്ഥലത്ത് നിന്നും വീട്ടിൽ കൊണ്ടുവരും. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് അപ്പനും അമ്മയൊക്കെ ഇല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടമാണ്. വീടുകളൊന്നും സഹോദരങ്ങളൊന്നും അത്ര പ്രിയപ്പെട്ടതായി തോന്നാറില്ല. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഘട്ടമാണ്. എന്നാൽ ഈ അമ്മ പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ കൂദാശകളിൽ സ്വീകരിക്കാൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റും കുറ്റും കാണുമ്പോൾ എല്ലാവരും കുറ്റം പറയുമല്ലോ, എല്ലാവരും അവഗണിക്കുമല്ലോ. പക്ഷെ അമ്മ അവഗണിക്കാറേയില്ല. അമ്മയുടെ ആ ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോനെ മോളെ എന്നൊരു ശബ്ദം കേട്ടാൽ മതി, എല്ലാ കാര്യങ്ങളും ശരിയായി വരാറുണ്ട്. അതുകൊണ്ട് 6 മക്കളെ വളർത്തിയ അമ്മയ്ക്ക് 11 ചെറുമക്കളെ നൽകിയ അമ്മ ഭാഗ്യപ്പെട്ട അമ്മ തന്നെയാണ്.
ഒരു കവിതയിൽ ഒരു മുത്തശ്ശി തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ഈ പ്ലാവിലയിൽ കഞ്ഞുകോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി തൻ്റെ കൊച്ചിനെ മടിയിലിരുത്തിക്കൊണ്ട് പ്ലാവിലയിൽ കഞ്ഞുകോരിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശി അടുത്ത് നിന്ന് കുറച്ച് ഉപ്പെടുത്ത് ആ കഞ്ഞിയിലോട്ടിട്ടു. എന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, മോനെ, ഈ ഉപ്പ് തരി ഈ കഞ്ഞിയിൽ വീണ് അലിയുന്നത് പോലെ നിന്ന നിൽപ്പിൽ ഒരു നാൾ ഈ മുത്തശ്ശിയും കടന്നു പോകും. പക്ഷേ നിന്നിലും ഉപ്പായിരിക്കും ഈ മുത്തശ്ശി. ഈശോയെ കണ്ടിട്ട് പലരും ചോദിച്ചു, ഇവന്റെ അമ്മയാരാണ്? നല്ലതുപോലെ പ്രവർത്തിക്കുന്നു, നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഈ അമ്മ ഒരു ഉപ്പായി തീർന്ന് ഈ മക്കളിൽ, ചെറുമക്കളിലുണ്ട്. ജപമാല പ്രാർത്ഥനകളും കുനാശകളും എല്ലാമായി ഈ മക്കൾ ഇതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഏറ്റവും അവസാനം സെമിത്തേരിയിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പുഷ്പമിട്ടിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് വിചാരിക്കരുത് എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. നമ്മളെല്ലാവരും പുനരുദ്ധാനത്തിന്റെ മക്കളാണ്. എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ എൻ്റെ അമ്മയും ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. നാനാജാതി മതസ്ഥരുള്ളവരാണ് നമ്മുടെ ഇടവക. അമ്മയുടെ പ്രാർത്ഥനകളും അമ്മയുടെ പരോപകാര പ്രവൃത്തികളും അമ്മയുടെ സത്യസന്ധതകളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അമ്മ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രഖ്യാപിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു, ഉദ്ധാനം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി. അതുപോലെ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും. വാർദ്ധക്യം സഫലമാകുന്നത് വയസ്സുകൊണ്ടല്ല, പുണ്യപ്രവർത്തികൾ കൊണ്ടാണ്. പുണ്യപ്രവർത്തികൾ കൊണ്ടാണ് നമ്മുടെ വാർദ്ധക്യം സഫലമാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാണ്. ഇന്ന് അമ്മയെ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇല്ല. വലിയൊരു ദീപം അണഞ്ഞുപോയി, വലിയൊരു വിളക്കണഞ്ഞുപോയി, സത്യമാണ്. എന്നാൽ വലിയൊരു അമ്മയോടൊപ്പം, വിശുദ്ധരോടൊപ്പം, മാലാഖമാരോടൊപ്പം ഈ അമ്മ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരെക്കാൾ ശക്തരാണ് ചിലപ്പോൾ മരിച്ചുപോയവർ സ്വർഗത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെ ഈശോ ഇല്ലാതാക്കുന്നു. അതാണ് ഈശോയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഞാൻ പണിതിട്ടുണ്ട്. മാർത്തായും മേരിയും പറഞ്ഞു, കർത്താവേ, നീ എന്തെല്ലാം ചോദിച്ചോ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോരുത്തരടുത്തും ഓരോ മരണത്തിലും ചോദിക്കും, വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാവരും എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മറിയാമ്മാക്കൾ പെണ്ണമ്മയും ഉയർത്തെഴുന്നേക്കും. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരും ഉയർത്തെഴുന്നേക്കും. അതുകൊണ്ട് പരിശുദ്ധമായി ബലിയർപ്പിച്ച് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദുഃഖങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ ഈശോ മരണത്തെ ജയിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്തത് നമ്മെ ആശ്വസിപ്പിക്കും. ഹി ഹാസ് പവർ ഓവർ ഡെത്ത്. മരണത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നല്ല കത്തോലിക്കരായി, നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത്. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ അമ്മയെ സ്വർഗത്തിലേക്ക് എടുക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലെ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ദുഃഖം, വേർപാടും കണ്ണുനീരുമാണെങ്കിലും സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. 82 വർഷം അമ്മയെ തന്നതിന്, എല്ലാ വെയിലും കാറ്റും മഴകളും ഇടിമിന്നലും കൊണ്ട് മക്കളെ വളർത്തിയതിന്, ഇത്രയും നല്ല ഒരു സമൂഹത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തന്നതിന് അമ്മയ്ക്ക് പുനരുദ്ധാനം ഈശോ കൊടുക്കട്ടെ. എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരും അമ്മയുടെ കൂടെ ആയിരിക്കട്ടെ. നമുക്കൊക്കെ വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമുക്കും ഈ ബലിയിൽ തുടർന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാലാഖമാരിരിക്കുന്നതും സ്വർഗത്തിലിരിക്കുന്നതും നമുക്ക് നമ്മുടെ അകക്കണ്ണുകൊണ്ട് കാണാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.